ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കും. സർക്കാർ തീരുമാനമെടുത്തത് CBI അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടതിന് തൊട്ടു പിന്നാലെ. കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. അവിടെ തന്നെ കൊന്ന്, അവിടെ തന്നെ കെട്ടിത്തൂക്കി, അവിടെ തന്നെ അത് അഴിച്ച് മരിച്ചയാളുടെ ബോഡി കൊണ്ടുപോയതാണ്. പ്രതികൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതാണ്. എന്നിട്ട് അവർ ഒരാഴ്ച ചുറ്റിത്തിരിഞ്ഞിട്ടും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പ്രതികളെ പാർട്ടി സംരക്ഷിച്ച് പാർട്ടിയാണ് ഇത് മുഴുവൻ തണലൊരുക്കി കൊടുത്തത്. അപ്പൊ അത് CBI അന്വേഷണം എന്നത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ 3 പേരും നിരാഹാര സമരം നടത്തിയത്. ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ആ സമരം വിജയിച്ചതിന്റെ തികഞ്ഞ അഭിമാനത്തോടും തീർച്ചയായിട്ടും ഇതെല്ലാം ഇനി കേരളത്തിൽ നിലയ്ക്ക് നിർത്താനുള്ള വലിയ പോരാട്ടത്തിനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ഈ സമരം പിരിയുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. അലക്സ്, മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തി മുഴുവൻ പ്രതികളെയും ഇതിനോടകം പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുടുംബത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് CBIക്ക് കേസ് കൈമാറാം തീരുമാനമെടുത്തുവെന്നാണ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ വലിയ പരാതികൾ കുടുംബത്തിനുണ്ട്. സർക്കാർ അത് ഈ ഘട്ടത്തിൽ ആ നിലയ്ക്ക് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും കുടുംബത്തിന് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു അന്വേഷണം വേണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് CBIക്ക് കൈമാറുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു രാഷ്ട്രീയ സമരം ഇതിന് പുറത്ത് കോൺഗ്രസ് നടത്തിയിരുന്നു, അതും ഇപ്പോൾ അവസാനിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലമൊക്കെയാണ്, അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ചർച്ചകളും ഈ വിഷയത്തിൽ നടക്കുമല്ലോ അല്ലേ? വിജയകുമാർ, നിസ്സംശയം പറയാം, ഈ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിടണം എന്ന അല്ലെങ്കിൽ വിടും എന്ന സർക്കാരിന്റെ ഈ തീരുമാനം അതിന്റെ പശ്ചാത്തലം കൂടി പരിഗണിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. വിവിധ ഘടകങ്ങൾ സർക്കാർ പരിഗണിച്ചതിന് ശേഷമാണ് കുടുംബത്തിന്റെ ഈ ആവശ്യം അംഗീകരിക്കാം എന്നൊരു തീരുമാനം സർക്കാർ തലത്തിൽ തന്നെ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പല വിഷയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ വിഷയമായി സർക്കാരിനും അതുപോലെ LDFനും മൗനം പാലിക്കേണ്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു വിഷയമായി സിദ്ധാർത്ഥിന്റെ മരണം അവശേഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ മന്ത്രിമാരൊക്കെ സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട്ടെ വീട്ടിലെത്തി അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു, സർക്കാർ ഒപ്പമുണ്ടെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ കുടുംബത്തിന് വലിയ പരാതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ ഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. 24 ഈ വാർത്ത പുറത്തുവിടുന്നതിന് മുൻപേ തന്നെ കുടുംബത്തിന് ഈ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ, പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല, പോലീസ് പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പോലീസ് പർപ്പസ്ഫുള്ളി നടത്തുന്നു എന്ന ആരോപണം അവർക്കുണ്ട്. പൂർണ്ണമായി മുഴുവൻ പ്രതികളെയും പിടികൂടിയിട്ടില്ല. പല പ്രതികളെയും സംരക്ഷിക്കുന്നത് നേതാക്കളാണ്. അവരിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുന്നില്ല എന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞിരുന്നു. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്ന് അദ്ദേഹം പറയുമ്പോഴും ഈ അന്വേഷണം മുമ്പോട്ട് പോകുമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് സംശയമായിരുന്നു. എല്ലാ പ്രതികളെയും പിടികൂടുമോ എന്നുള്ള കാര്യം കുടുംബത്തിന് സംശയമായിരുന്നു. കാരണം പോലീസിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കുടുംബം പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത്. പ്രതിപക്ഷവും സമാനമായ ആരോപണവും അതുപോലെ സമാനമായ ആവശ്യവുമാണ് മുന്നോട്ട് വെച്ചത്. അതൊരു സമരായുധമായി പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമ്പോഴും പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഈ കേസ് അന്വേഷണം CBIക്ക് വിടണം, കേന്ദ്ര ഏജൻസിക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ മഹിളാ കോൺഗ്രസും അതുപോലെ യൂത്ത് കോൺഗ്രസും KSUവും ഈ സമരം ഏറ്റെടുത്ത് സംയുക്ത നിരാഹാര സമരത്തിലേക്ക് സെക്രട്ടറിയേറ്റിന് മുന്നിൽ അവർ കടന്നതും അതുകൊണ്ട് തന്നെയാണ്. ലോങ് മാർച്ച് KSU കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് സംഘടിപ്പിച്ചിരുന്നു. BJPയും ഈ വിഷയം ഏറ്റെടുത്തിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി V മുരളീധരൻ നെടുമങ്ങാട് ഇതുമായി ബന്ധപ്പെട്ട് സത്യാഗ്രഹം നടത്തി. കേന്ദ്ര ഏജൻസിക്ക് ഈ കേസ് അന്വേഷണം കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം സത്യാഗ്രഹം നടത്തി. ABVP സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ലോങ് മാർച്ച് നടത്തി. അത്തരത്തിൽ കേരളീയ പൊതുസമൂഹം സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമായി ഇത് മാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കുടുംബത്തിന്റെ ഈ ആവശ്യം മുന്നിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കുടുംബം മുഖ്യമന്ത്രിയെ കാണാൻ അവസരം ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ ചേംബറിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബം മുഖ്യമന്ത്രിയെ അറിയിക്കുന്നതും അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതായത് പിതാവ് പുറത്തിറങ്ങി കുടുംബത്തിന് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് പിതാവ് പ്രതികരിച്ച അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ഈ വിഷയം CBIക്ക് വിടും, ഈ കേസ് അന്വേഷണം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം കുടുംബത്തെ അറിയിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുടൻ പുറത്തിറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വിഷയം നാടിനാകെ ദുഃഖത്തിലാഴ്ത്തിയ ദൗർഭാഗ്യകരമായ സംഭവമാണ് സിദ്ധാർത്ഥിന്റെ മരണമെന്ന് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ പോലീസ് അന്വേഷണം ഈ വിഷയത്തിൽ നടന്നു വരുന്നു. അത് കുറ്റമറ്റതും നീതിപൂർവകവുമായ അന്വേഷണമാണ് നടന്നു വരുന്നത്. എല്ലാ പ്രതികളെയും ഇതിനോടകം അറസ്റ്റ് ചെയ്യാൻ
സാധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും കുടുംബം ഈ കേസ് CBIക്ക് വിടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനാൽ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് ഈ വിഷയം CBIക്ക് വിടും എന്ന ഉറപ്പ് മുഖ്യമന്ത്രി കുടുംബത്തിന് നൽകിയതായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. എന്താണെങ്കിലും സർക്കാർ ഈ തലത്തിൽ സർക്കാർ പ്രതിരോധത്തിലായി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് ഉച്ചയ്ക്ക് 3 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഈ വിഷയം ഉന്നയിച്ച് മാർച്ച് നടത്താനിരുന്നതാണ്. അത്തരത്തിൽ പ്രതിപക്ഷം സജീവമായി തെരഞ്ഞെടുപ്പ് വിഷയമായി ചർച്ചയായി വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും തടയിടണം എന്നുള്ള കാര്യം സർക്കാർ തലത്തിൽ ആലോചിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം LDFിനുള്ളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതൃപ്തി ഉണ്ടായിരുന്നു, അതുപോലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിൽ RJD പോലുള്ള ഘടകകക്ഷികൾ ഈ വിഷയത്തിലെ കാര്യങ്ങൾ LDFിൽ ഉന്നയിക്കുകയും ചെയ്തു, വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊക്കെ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു. മറ്റു സർക്കാരിനെതിരായ വിഷയങ്ങളിലൊക്കെ മറുപടി പറയാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ മാത്രം സർക്കാർ മൗനം തുടരേണ്ട ഒരു സാഹചര്യമായിരുന്നു. അത് ഒഴിവാക്കുക. ശരിയാണ് അലക്സ്, എന്തായാലും അതും ഇതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. വലിയ ജനരോഷം ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരുന്നു. അതൊക്കെ കണക്കിലെടുത്താണ് സർക്കാർ ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. CBIക്ക് കേസ് കൈമാറുകയാണ്. നേരത്തെ ഇന്ന് രാവിലെ സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിന് തൊട്ടു പിന്നാലെ കേസ് CBIക്ക് വിട്ടുകൊണ്ടുള്ള സർക്കാർ തീരുമാനത്തെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയായിരുന്നു. അതിനിടെ മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് 24 പുറത്തുവിട്ടിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി J സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുമ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒപ്പം നിന്നുവെന്നാണ് വിദ്യാർത്ഥികൾ മൊഴി നൽകിയത്. നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാതെ അധ്യാപകരും വിദ്യാർത്ഥിനികളും വിട്ടുനിൽക്കുകയും ചെയ്തു. ആന്റി റാഗിംഗ് സ്ക്വാഡ് UGCക്ക് നൽകിയ റിപ്പോർട്ടിലാണ് അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. CBI അന്വേഷിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞാൻ തെറ്റ് പറയുന്നതല്ല. പക്ഷേ ഇത് ഞാൻ ഭയപ്പെടുന്നു, മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും ഇത് വെച്ച് ബ്ലോക്ക് ആവാം എന്ന് ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഈസിയായി പുറത്ത് അവർക്ക് ജാമ്യം കിട്ടി പുറത്ത് വരാം. അതിന് കൊലക്കുറ്റം ചുമത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതുവരെയ്ക്കും കൊലക്കുറ്റം ചുമത്തിയിട്ടില്ല. വെറുതെ ആരോപിക്കുകയല്ല, നമുക്ക് വ്യക്തമായിട്ട് അറിയാം അത് കൊലക്കുറ്റം തന്നെയാണ്. അതിന് മുമ്പേ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ തന്നെ പറയുന്നു അവർക്ക് ഡീനും അസിസ്റ്റന്റ് വാർഡിനും വ്യക്തമായ പങ്കുണ്ട് എന്ന് നമ്മൾ ആദ്യം മുതലേ പറയാം. ഇപ്പോൾ സസ്പെൻഷനായിട്ട് കാര്യമില്ല, അവരുടെ സർവീസിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തണം. അവരിപ്പോൾ ഡിസ്മിസലായാലോ എന്തായാലോ സർവീസിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിയിട്ട് തന്നെയാണ് അവർ വിചാരണ നേരിടണം. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ആന്റി റാഗിംഗ് സ്ക്വാഡ് UGCക്ക് നൽകിയ ഈ റിപ്പോർട്ടിൽ അങ്ങേയറ്റം ഗുരുതരമായ പരാമർശങ്ങളാണ് ഉള്ളത് ഡീനിനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ. യഥാർത്ഥത്തിൽ ഈ വിവരങ്ങൾ ഇദ്ദേഹം അറിഞ്ഞിരുന്നു, ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചു, ഇത് മൂടിവെക്കാൻ ശ്രമിച്ചു. ഈ കുറ്റകൃത്യത്തിൽ ഡീനിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഈ മൊഴിയിൽ നിന്ന്, ഈ വിദ്യാർത്ഥികൾ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ പ്രതി ചേർക്കണം, കൂടുതൽ നടപടി വേണം, വിചാരണ വേണം എന്നൊക്കെയുള്ള കുടുംബത്തിന്റെ ആവശ്യം 100% ശരിവെക്കുകയാണ് ഈ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, കാരണം UGCക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് പൂക്കോട് വെറ്റിനറി കോളേജിൽ അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിലാണ് നിർണായകമായ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ വിവരം, സിദ്ധാർത്ഥിന് സംഭവിച്ച കാര്യങ്ങൾ, അന്ന് ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങളടക്കം പുറത്തു പോകരുതെന്ന് ഡീനും ഒപ്പം അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടു എന്നതാണ് വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന മൊഴി. മറ്റൊന്ന്, ഈ അന്വേഷണ സംഘത്തോടുൾപ്പെടെ വിദ്യാർത്ഥികൾ മൊഴി നൽകുന്ന ഘട്ടത്തിൽ കോളേജ് അധികൃതർ ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയപ്പെട്ട് സത്യസന്ധമായ മൊഴി നൽകാൻ കഴിഞ്ഞില്ല എന്നും വിദ്യാർത്ഥികൾ ഈ റാഗിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. ഗുരുതരമായ മർദ്ദനമാണ് സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നതെന്നും ക്രൂരമായി സിദ്ധാർത്ഥിനെ പലയിടങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നും ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുമ്പാകെ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഭയപ്പെട്ട ഭൂരിഭാഗം വിദ്യാർത്ഥികളും മൊഴി നൽകാൻ മടിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പക്ഷേ ചില വിദ്യാർത്ഥികൾ ഓൺലൈൻ വഴി ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ ഹിയറിംഗിൽ പങ്കെടുത്തിരുന്നു. ഓൺലൈൻ വഴി ഹിയറിംഗിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് നിർണായകമായ പല വെളിപ്പെടുത്തലുകളും നടത്തിയത്. ഇത്തരത്തിൽ കോളേജ് അധികൃതർ ഇടപെട്ടുവെന്നും പല വിവരങ്ങളും മറച്ചുവെക്കാൻ ഇവർ ഇടപെട്ടുവെന്നും ഈ വിദ്യാർത്ഥികളാണ് പ്രധാനമായും
മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയ അതേ വിവരങ്ങളും സാധൂകരിക്കുന്നതാണ് വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന മൊഴി. ഈ കോളേജിലെ 4 ഇടങ്ങളിൽ സിദ്ധാർത്ഥിനെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതൊന്ന് ഈ കോളേജിന് സമീപത്തെ ഒരു കുന്നിന് മുകളിലെ വാട്ടർ ടാങ്കിന് സമീപമാണ് ആദ്യം കൊണ്ടുപോയി സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത്. പിന്നീട് 21-ാം നമ്പർ മുറിയിൽ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചു. സിദ്ധാർത്ഥിന്റെ നിലവിളിയടക്കം പുറത്തു കേട്ടതോടെ മറ്റു വിദ്യാർത്ഥികൾ അറിഞ്ഞു. പക്ഷേ ക്ലാസ്സിലെ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് ഈ മുറിയിൽ വെച്ച് വീണ്ടും മർദ്ദനം തുടരുകയായിരുന്നു. പിന്നീട് സ്റ്റെയർ കേസിലൂടെ താഴെ ഈ നടുമുറ്റത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ സ്റ്റെയർ കേസിലൂടെ സിദ്ധാർത്ഥിനെ കൊണ്ടുവരുന്ന ഘട്ടത്തിലടക്കം ക്രൂരമായി സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു. പിന്നീട് നടുമുറ്റത്ത് വെച്ച് പരസ്യ വിചാരണ നടത്തിയെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. വിവസ്ത്രനാക്കിയാണ് മർദ്ദനം തുടർന്നത്. ബെൽറ്റ് കൊണ്ടും ചെരുപ്പ് കൊണ്ടും ഒപ്പം ഈ ചില വയറിംഗ് കേബിൾ കൊണ്ടും ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഈ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2019-ലും 2021-ലും സമാനമായ മർദ്ദന സംഭവങ്ങൾ ഈ ക്യാമ്പസിൽ നടന്നുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വേണമെന്നും ക്യാമ്പസിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നുമുള്ള ഒരു ശുപാർശ കൂടി ആന്റി റാഗിംഗ് സ്ക്വാഡ് UGCക്ക് നൽകിയിട്ടുണ്ട്. വിജയകുമാർ. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി കെ മുരളീധരൻ തൃശൂരിലെത്തി. വൻ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ മുരളീധരന് നൽകിയത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കെ മുരളീധരന്റെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, റെയിൽവേ സ്റ്റേഷൻ മുതൽ DCC ഓഫീസ് വരെ റോഡ് ഷോ ആണ് ഇപ്പോഴല്ലേ? വലിയ ജനപങ്കാളിത്തം, കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമൊക്കെ റോഡ് ഷോയിലുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, എന്തായാലും വലിയ ആവേശം തന്നെയാണുള്ളത്. 100 കണക്കിന് പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. എന്തായാലും നമ്മളിപ്പോൾ കെ മുരളീധരനൊപ്പം ചേരുകയാണ്. ഈ പ്രവർത്തക പ്രഭാവം കണ്ടിട്ട് തൃശ്ശൂരിലെ ആദ്യ ഇറങ്ങുകയാണ് തൃശ്ശൂരിലേക്ക്. അല്പസമയം മുമ്പാണ് കെ മുരളീധരൻ തൃശ്ശൂരിലെത്തിയത്. വലിയ സ്വീകരണമാണ് റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ ഒരുക്കിയത്. അതിനുശേഷം ഒരു റോഡ് ഷോയായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് DCC ഓഫീസിലേക്കുള്ള യാത്രയിലാണ്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. വലിയ സന്തോഷത്തോടെയാണ് പ്രവർത്തകർ കെ മുരളീധരനെ സ്വീകരിക്കുന്നത്. നേരത്തെ TN പ്രതാപൻ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച ഘട്ടം, അദ്ദേഹത്തിന് വേണ്ടി ചുവരെഴുത്തും പോസ്റ്റർ പ്രചാരണവും ഒക്കെ തുടങ്ങിയതാണ്. അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥി മാറ്റമുണ്ടാകുന്നു. വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുന്നു. പക്ഷേ വലിയ ആവേശത്തോടെ തന്നെയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കെ മുരളീധരനെ സ്വാഗതം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. റോഡ് ഷോ പുരോഗമിക്കുകയാണ്. BJP പ്രവേശനത്തിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റ ഇടപെട്ടിട്ടില്ലെന്ന് പത്മജ വേണുഗോപാൽ. തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിക്കുകയാണ് പത്മജ. BJPയിലേക്ക് ക്ഷണിച്ചത് ഡൽഹിയിൽ നിന്ന് നേരിട്ടാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കാലുവാരുന്ന സ്വഭാവമുള്ളവരാണെന്നും കെ മുരളീധരന്റെ മനസ്സിപ്പോഴും വട്ടിയൂർക്കാവിൽ തന്നെയാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ ചിരിയ വന്നത്. കാരണം കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഒന്നും പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് ഒരു ആരോപണം പറയുമ്പോൾ കറക്റ്റ് തെളിവുകൾ പുറത്തു കൊണ്ടിട്ടെ. എനിക്ക് 100% അറിയാളല്ലാന്ന് അതുകൊണ്ട് ഒരു തെളിവുകൾ കൊണ്ടിട്ടെ. അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞോളാം. ആരൊക്കെയാന്ന് വേണമെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് വിളിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാം. എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് ആരാ എന്താന്നുള്ളത്. കാരണം എനിക്ക് ഇവിടുന്നേ അല്ല, ഞാൻ ഡൽഹിയിൽ നിന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോയി ഇവരോട് സംസാരിച്ചത്. ബെഹ്റ അതിൽ കക്ഷിയേ അല്ല എന്നുള്ളത് ഞാൻ 100% ഞാൻ എൻ്റെ അച്ഛനെ തൊട്ട് പറയുന്നു അല്ല. എബിൻ ജോസ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. എബിൻ, കഴിഞ്ഞ 2 ദിവസമായി പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി ലോക്നാഥ് ബെഹ്റയുടെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ബെഹ്റ അത് നിഷേധിച്ചിട്ടുണ്ട്. നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നിരാകരിക്കുകയും ചെയ്തു. പത്മജ അത് വിശദീകരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇക്കാര്യത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ ഇപ്പോൾ വെല്ലുവിളിക്കുകയാണ് പത്മജ വേണുഗോപാൽ. എന്തൊക്കെയാണ് അവർ നമ്മളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്? വിജയകുമാർ, ഈ BJP പ്രവേശനത്തിന് പിന്നാലെ ഗുരുതരമായ ആരോപണങ്ങൾ
കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് പത്മജയ്ക്കെതിരെ. പ്രത്യേകിച്ച് ഇതിന് ഇടനില നിന്നത് മുൻ DGP ആയ ലോക്നാഥ് ബെഹ്റയാണെന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഇതിന് മറുപടി എന്നോണമാണ് കോൺഗ്രസ് നേതാക്കളെ ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് പത്മജ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റ ഇടപെട്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഹാജരാക്കട്ടെ. തനിക്ക് ഈ കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റയുമായി അല്ലെങ്കിൽ ഈ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റ ഇടപെട്ടിട്ടില്ല. തനിക്ക് കൃത്യമായി വിളിയുണ്ടായത് ഡൽഹിയിൽ നിന്നാണ്. അതിന് വേണമെങ്കിൽ നിരവധി തെളിവുകൾ താൻ ഹാജരാക്കാം. ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ലോക്നാഥ് ബെഹ്റ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ഒരു തെളിവുകൾ കോൺഗ്രസിന് ഹാജരാക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നത്. ഏതായാലും ഗുരുതരമായ ആരോപണങ്ങൾ ഇന്നിപ്പോൾ KC വേണുഗോപാൽ അടക്കം ഈ കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റയുടെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ പത്മജ വേണുഗോപാൽ ഈ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. വിജയകുമാർ. യെസ്, എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നമ്മൾ വീണ്ടും തൃശ്ശൂരിലേക്ക്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി കെ മുരളീധരൻ അല്പസമയം മുമ്പാണ് തൃശ്ശൂരിലെത്തിയത്. വലിയ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ മുരളീധരന് നൽകിയത്. ഇപ്പോൾ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. TN പ്രതാപൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡ് ഷോയിൽ മുരളീധരനൊപ്പമുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, നേരത്തെ മുരളീധരനുമായി സംസാരിക്കുന്നതിനിടെയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായത്. TN പ്രതാപന്റെ സാന്നിധ്യം റോഡ് ഷോയിൽ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, എന്തായാലും ഈ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കെ മുരളീധരന് വലിയ രീതിയിലുള്ള ഒരു ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. നൂറുകണക്കിന് പ്രവർത്തകർ ഈ റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം കാത്തുനിന്നു. ഇപ്പോൾ ഉച്ച സമയമാണ്, വലിയ വെയിൽ അനുഭവപ്പെടുന്ന സമയമാണ്. പക്ഷേ ഇപ്പോഴും ഈ റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കെ മുരളീധരൻ നമുക്കൊപ്പം ചേരുകയാണ്. നല്ല ആവേശമാണ്. വന്നിറങ്ങിയപ്പോൾ മുതൽ നല്ല ആവേശം. എന്തായാലും ഇക്കുറി തൃശൂർ നിലനിർത്തും, ഈ സീറ്റ് നിലനിർത്തും, 100% നിലനിർത്തും. വർഗീയത ഈ മണ്ണിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കും. BJPക്കുള്ള മറുപടിയാവും തൃശ്ശൂരിലെ വിജയം. എങ്ങനെ? BJPക്കുള്ള മറുപടിയാണോ? തീർച്ചയായിട്ടും BJPക്ക് ഇന്ത്യയിൽ തന്നെ കൊടുക്കുന്ന മറുപടി തൃശ്ശൂരിൽ നിന്നായിരിക്കും. ആത്മാവ് ഉറങ്ങുന്ന സ്ഥലത്തു നിന്നാണ് പ്രചരണം തുടങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും എന്റെ പിതാവ് അന്തി ഇറങ്ങുന്ന മണ്ണിൽ നിന്ന് തന്നെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഇന്ന് തുടക്കം കുറിക്കുക. പിതാവിന്റെ ആദർശമായിരിക്കും ഉയർത്തിക്കാട്ടുന്നത്. പിതാവ് തീർച്ചയായിട്ടും എന്നും വർഗീയതയ്ക്കെതിരെ പോരാടിയതാണ് എന്റെ പിതാവ്. അത് നിലനിർത്തും ഞാൻ. സഹോദരിയുടെ ചതിക്ക് മറുപടി, എല്ലാത്തിനുമുള്ള മറുപടിയായിരിക്കും. ഇത്തരത്തിൽ തന്നെയാണ് മുരളീധരന്റെ മറുപടി. എന്തായാലും വലിയ ആവേശം അത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നൂറുകണക്കിന് ആളുകൾ ഈ ഉച്ച സമയത്ത് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ ആവേശകരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കോൺഗ്രസ് തുടക്കം കുറിക്കുന്നു. വിജയകുമാർ. യെസ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് വലിയ പ്രവർത്തകരുടെ പിന്തുണയോടെ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. TN പ്രതാപൻ ഒപ്പമുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. സൂരജാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.